ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ വരുത്തേണ്ടുന്ന ഒരു 7 പ്രധാനപ്പെട്ട മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഫേസ്ബുക്കിൽ പല വീഡിയോയിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ എല്ലാം കൂടി ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരികയാണ് നമ്മൾ. സോ എന്തൊക്കെയാണെന്നുള്ളത് 1 by 1 ആയിട്ട് നോക്കാം. നമ്പർ 1, ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള സെറ്റിംഗ്സ് ഓൺ ചെയ്യുക. അതിനാദ്യം പ്ലേ സ്റ്റോറിൽ കയറി ഈ കാണുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് എന്തിനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് ഈ ഫോണിനെ ഈ ഒരു ആപ്പ് വഴി അല്ലെങ്കിൽ ഗൂഗിളിന്റെ മറ്റൊരു സർവീസ് വഴി നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ഫോണിനെ ലോക്ക് ചെയ്ത് വെക്കാനും അതിനെ ഫൈൻഡ് ചെയ്യാനും അത് എവിടെയാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്ന് കണ്ടെത്താനും ഇനി ഒന്നിനും പറ്റില്ലെങ്കിൽ അതിനെ റീസെറ്റ് ചെയ്ത് ഇറേസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടും ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു സംവിധാനം ഉപയോഗിക്കാം. സോ ഫോൺ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. നമ്പർ 2, സിം ലോക്ക്. നമ്മൾ ഫോൺ നഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞു ഈസി ആയിട്ട് നമുക്ക് ഫസ്റ്റ് പറഞ്ഞ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന സെറ്റപ്പിലൂടെ ഫോണിനെ ഫൈൻഡ് ചെയ്യാൻ സാധിക്കും, ലോക്ക് ചെയ്യാൻ സാധിക്കും, ഇറേസ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം പറ്റും. പക്ഷേ കിട്ടുന്നയാളൊരു ഉടായ്പ ആളാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ഈ ഫോൺ ലോക്കായി പോയാലും വേണ്ടില്ല, സിം ഊരിയെടുത്ത് അയാളുടെ ഫോണിലിട്ട് എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. കാരണം സിം നമ്മുടെ പേരിലാണ്. സോ ഇവിടെയാണ് സിം ലോക്ക് വരുന്നത്. സെറ്റിംഗ്സിൽ സെക്യൂരിറ്റിയിൽ കയറിയിട്ട് അതിനകത്ത് സെറ്റ് സിം പിൻ അല്ലെങ്കിൽ സിം ലോക്ക് എന്ന രീതിയിൽ കാണാൻ പറ്റും. പല ഫോണിൽ പലയിടത്തായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ കറക്റ്റ് സ്റ്റെപ്പ് ഒന്നും പറയുന്നില്ല. സെക്യൂരിറ്റിയിലാണ് ഈ ഓപ്ഷൻ കാണുക. നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സ് എടുത്ത് സെക്യൂരിറ്റിയിൽ കയറി ഈ സിം പിൻ എന്നുള്ള സ്ഥലത്തേക്ക് വരിക, അല്ലെങ്കിൽ സിം ലോക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരിക. അവിടെ നമ്മൾ ഒരു 4 നമ്പർ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. ഈ നമ്പർ എഴുതി വെക്കാൻ മറക്കരുത്. മറന്നു പോയാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഈ പ്രൊവൈഡറെ വിളിച്ചിട്ട്, ഇപ്പോൾ ഞാൻ എയർടെൽ ആണെങ്കിൽ എയർടെലിന്റെ പ്രൊവൈഡറെ വിളിച്ച് ഞാൻ ഇന്നയാളാണ്, എൻ്റെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് PUK നമ്പർ കളക്ട് ചെയ്തിട്ട് വേണ്ടി വരും ഇത് അൺലോക്ക് ചെയ്യാൻ. സോ ബി കെയർഫുൾ. എഴുതി വെക്കുക. അതിനുശേഷം മാത്രം പിന്നെ അവിടെ എൻ്റർ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താൽ പിന്നെ ഈ സിം ഈ ഫോണിൽ നിന്ന് ഊരി വേറൊരു ഫോണിൽ ആരെങ്കിലും എടുത്ത് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോൺ തന്നെ ലോക്കായി നിൽക്കും. പിന്നെ ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തന്നെ ഈ സിം എടുത്ത് പുതിയ സിം ഒരു ഫോണിൽ ഇടുകയാണെങ്കിലും ഈ പിന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ ലോക്കായി നിൽക്കും. പിന്നെ അടിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് കയറിയ ഫോൺ ഉപയോഗിക്കാം. സോ സിം ലോക്ക് മറക്കാതെ എനേബിൾ ചെയ്യാം. മൂന്നാമത്തെ, IMEI നമ്പർ നോട്ട് ചെയ്യാൻ മറക്കരുത്. ഫോൺ നഷ്ടപ്പെട്ടു പോയാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കാൻ നേരത്തും നമുക്ക് ആവശ്യം വരിക ഈ പറയുന്ന IMEI നമ്പറാണ്. *#06# എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന്റെ IMEI നമ്പറൊക്കെ കാണാം. അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഫോണിന്റെ ബോക്സിന്റെ പുറകിലായിട്ട് IMEI നമ്പർ കാണാം. ഇത് നിങ്ങളുടെ ബുക്കിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചോളൂ. നേരത്തെ നമ്മൾ പറഞ്ഞ സിം ലോക്കിന്റെ പിൻ എഴുതി വെക്കുന്ന അതേ ബുക്കിൽ തന്നെ ഇതും എഴുതി വെച്ചോളൂ, ആവശ്യമാണ്. നമ്പർ 4, നാലാമത്തെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആണ്. നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട്, അതായത് നമ്മുടെ ഒരു ആപ്പ്, ഏതെങ്കിലും ഗൂഗിളിന്റെ ആപ്പ് തുറന്നാൽ അതിൽ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരും. അതിനകത്ത് കയറിയിട്ട് സെക്യൂരിറ്റിയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കാണാം. ഇത് ഓൺ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മളൊരു ഫോൺ നമ്പർ ഏതെങ്കിലും നമ്മുടെ ഒരു ഫോൺ നമ്പർ, ഇപ്പോൾ എൻ്റെ ഈ പ്രൈമറി ഫോൺ നമ്പറാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം, ആരെങ്കിലും എൻ്റെ ഇമെയിൽ ID, എൻ്റെ പാസ്വേഡ് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് അതിലേക്ക് ലോഗിൻ ചെയ്യാൻ നോക്കിയാൽ എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. അതിലൊരു OTP ഉണ്ടാവും. അതുകൂടി കിട്ടിയാലാണ് ആ പുള്ളിക്ക് അത് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ തന്നെയാണെങ്കിലും ഒരു ഡിവൈസിൽ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ OTP ചോദിക്കും. ഫോൺ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ഇതിൽ OTP വരും, നമുക്ക് അടിക്കാം. സോ ഈ ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി ലെയർ കൂടി നമുക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ട് ഇതിൽ കിട്ടും, ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്തുകൊണ്ട്. അഞ്ചാമതായിട്ട് വാട്സപ്പിന്റെ ബാക്കപ്പ് കൃത്യമായിട്ട് ഓൺ ചെയ്ത് വെക്കുക. ഒരുപാട് സുഹൃത്തുക്കൾ പലപ്പോഴും വിളിച്ച് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, വാട്സപ്പ് ഡിലീറ്റ് ആയിപ്പോയി, അതിലത്തെ മെസ്സേജ് തിരിച്ച് കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്നുള്ളത്. ഡെയിലി ബാക്കപ്പ് എനേബിൾ ചെയ്യാത്തവർക്കാണ് ഈ ഒരു വിഷമം വരുന്നത്. അതായത് വാട്സപ്പിന്റെ ചാറ്റിൽ നമുക്ക് ചാറ്റ് സെക്ഷനിൽ നമുക്ക് ഈസി ആയിട്ട് ബാക്കപ്പ് എടുക്കാനുള്ള ഓപ്ഷൻ കാണാം. അതിനകത്ത് ചെന്നിട്ട് ബാക്കപ്പ് ഓൺ ചെയ്യുക. താഴെ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിന്റെ നമ്മുടെ മെയിൽ ID കൂടി സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഡെയിലി എന്ന ഓപ്ഷൻ കൊടുത്ത് നമുക്ക് ഇതിനെ ഡെയിലി ബാക്കപ്പ് ചെയ്യാം. പിന്നെ എപ്പോഴെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ ഫോൺ ഡിലീറ്റ് ആയി പോയാലും അല്ലെങ്കിൽ ഈ വാട്സപ്പ് ഡിലീറ്റ് ആയി പോയാലും തിരിച്ച് വീണ്ടും സെയിം മെയിൽ ID ലോഗിൻ ചെയ്തിരിക്കുന്ന ഫോണിൽ നിങ്ങൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ റീസ്റ്റോർ എന്ന ഓപ്ഷൻ വരും. റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ വാട്സപ്പ് ചാറ്റുകളും ഇതിലേക്ക് റീസ്റ്റോർ ആയി വരും. ഒന്നുപോലും മിസ്സാവില്ല. ഈവൻ നിങ്ങൾ പുതിയ ഫോൺ എടുക്കുകയാണെങ്കിലും ആ ഫോണിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതുപോലെ സെയിം മെയിൽ ID അടിച്ചുകൊണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്താൽ ഈസി ആയിട്ട് റീസ്റ്റോർ ചെയ്ത് മുഴുവൻ മെസ്സേജുകളും എടുക്കാൻ സാധിക്കും. സോ വാട്സപ്പ് ബാക്കപ്പ് മറക്കരുത്. ഇനി ആറാമത്തെ, റിക്കവറി ഇമെയിൽ. ഗൂഗിൾ കയറിയിട്ട് റിക്കവറി ഇമെയിൽ ഗൂഗിൾ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ റിക്കവറി ഇമെയിൽ അഡ്രസ് അടിക്കാൻ പറയും. അവിടെ നമ്മുടെ പ്രൈമറി ഇമെയിൽ അഡ്രസ്സിന്റെ പാസ്വേഡ് ഒക്കെ അടിച്ചു കൊടുക്കണം. അകത്ത് കയറി കഴിഞ്ഞാൽ ഏതാണ് റിക്കവറി ഇമെയിൽ ആയിട്ട് സെറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, സം ടൈം നമ്മൾ ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ടിന്റെ പാസ്വേഡോ എങ്ങനെയെങ്കിലും തരത്തിൽ നമ്മുടെ അക്കൗണ്ട് ലോക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ലോക്കായി പോയാൽ, അതായത് പാസ്വേഡ് മറന്നിട്ടോ മറ്റോ ലോക്കായി പോയി നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ
ഈ പറയുന്ന രണ്ടാമത് നമ്മൾ കൊടുക്കുന്ന ഫോൺ നമ്പറോ അല്ലെങ്കിൽ റിക്കവറി ഇമെയിൽ അഡ്രസ്സോ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിനെ തിരിച്ചു പിടിക്കാൻ സാധിക്കും. ലോക്കായി പോയ അക്കൗണ്ടിനെ തിരിച്ചു പിടിക്കാൻ സാധിക്കും. സോ ഈ റിക്കവറി ഇമെയിൽ കൊടുക്കാൻ മറക്കരുത്, മറക്കാതെ കൊടുത്തു വെക്കുക. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇതിനു മുമ്പും പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, ലോക്ക് സ്ക്രീനിൽ കോൺടാക്ട് ഇൻഫർമേഷൻ കൊടുക്കുക. ഈ ഫോൺ കിട്ടുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മുടെ ഫോൺ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് കിട്ടുന്നയാൾക്ക് നമ്മളെ ഒന്ന് വിളിച്ചത് തരണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടിയും നമ്മുടെ ഫോൺ ലോക്ക് ആണെങ്കിൽ അത് പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മുടെ കോൺടാക്ട് ഇൻഫർമേഷൻ അതിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് അദ്ദേഹത്തിന് അത് നോക്കിയിട്ട് വിളിച്ചിട്ട് നിങ്ങളുടെ ആണോ എന്ന് ചോദിക്കാനും തരാനുമുള്ള സൗകര്യം ഉണ്ടാവും. സോ വേണമെങ്കിൽ അത് മറക്കാതെ ചെയ്തു വെക്കാം. കോൺടാക്ട് ഇൻഫർമേഷൻ ലോക്ക് സ്ക്രീനിൽ അത് ഇങ്ങനെയാണ് ചെയ്യുക. ഈ 7 കാര്യങ്ങൾ കഴിഞ്ഞാൽ 2-3 കാര്യങ്ങൾ കൂടി അഡീഷണൽ ആയിട്ട് പറഞ്ഞുതരാം. പറയുമ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളിൽ പലർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ഇതിൽ പലതും. അങ്ങനെയാണെങ്കിൽ തന്നെയും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക, അറിയാത്ത സുഹൃത്തുക്കൾ അറിയട്ടെ. ഈ അഡീഷണൽ ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ലൊക്കേഷൻ. നമ്മൾ ഈ കാണുന്ന ലൊക്കേഷൻ എപ്പോഴും ഓൺ ചെയ്തിടുക ഫോണിൽ. ഇതിന് ബാറ്ററി പോകുന്ന കേസാണ് കുറച്ച് നൈസായിട്ട്, പക്ഷേ എങ്കിൽ പോലും അത് ഓൺ ചെയ്തിട്ടാലാണ് നമ്മുടെ ഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്നാൽ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് ഓഫ് ചെയ്യാൻ നിൽക്കണ്ട. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഗൂഗിൾ ഫോട്ടോസിന്റെ ബാക്കപ്പ് ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ, അതായത് ഗൂഗിൾ ഫോട്ടോസിൽ ഈ കാണുന്ന പോലെ പോയിട്ട് നിങ്ങൾ ബാക്കപ്പ് ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിന്റെ അക്കൗണ്ടിലുള്ള 15 GB ഫ്രീ സ്റ്റോറേജിലേക്ക് നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസ് എല്ലാം നിങ്ങളൊരു മീഡിയം ക്വാളിറ്റി കൊടുക്കുകയാണെങ്കിൽ അതിലോട്ട് ബാക്കപ്പ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഫോട്ടോസ് നഷ്ടപ്പെടാതെ ഒരു പരിധി വരെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെ, ആൻഡ്രോയിഡ് ഫോണുകളിലായാലും ഏത് ഫോണിലായാലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ പരമാവധി ഒഴിവാക്കുക. ഇനി അഥവാ ഉപയോഗിക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് വിശ്വാസമുള്ളത് ഉപയോഗിച്ചോളൂ. ക്രാക്ക്ഡ് ആപ്ലിക്കേഷനുകൾ 100% ഒഴിവാക്കിക്കോളൂ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും 8ന്റെ പണി കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. സെക്യൂരിറ്റിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നോക്കാനുണ്ട്. ബട്ട് ഒരു ബേസിക് ആയിട്ടൊരു ഫോണിൽ പ്രധാനമായിട്ടും നമ്മൾ വരുത്തേണ്ടുന്ന മാറ്റങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. നിങ്ങൾക്കറിയാവുന്ന, ഇതെല്ലാം അറിയാവുന്ന ഒരുപാട് മിടുക്കന്മാരുണ്ടാവുമെന്ന് എനിക്കറിയാം. അറിയാത്തവർക്ക് വേണ്ടി ഇത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. വീഡിയോ നല്ലതാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.